എന്നെ വളരെ ബലഹീനമാക്കുന്നത് ഈ ഒരൊറ്റ സംഭവമാണ്. പരിശുദ്ധാത്മാവത്തുള്ളവർക്കറിയാം. പക്ഷെ അതിനെ കീഴ്പ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ആരെങ്കിലും ആത്മീയത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കർത്താവിനോട് ആരും അറിയാതെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് ദൈവമേ കർത്താവിന് വേണ്ടി നിൽക്കണം, ചില കാര്യങ്ങൾ കീഴ്പ്പെടണം. ഞാൻ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിൽ പൊട്ടിത്തെറിക്കും, പിന്നെ ഒരാഴ്ചത്തേക്ക് വീട് നരകമാക്കും. അങ്ങനെ വ്യാപരിക്കുന്ന ചില വ്യാപാര ശക്തികൾ, അതിനെ കീഴ്പ്പെടുത്താൻ വീട്ടിൽ പറയാൻ പറ്റില്ല, സഭയെ പറയാൻ പറ്റില്ല, പിന്നെ ആരത് ചെയ്യും? രാത്രി സ്വർഗ്ഗം പറയുന്നു, നീ മൗനമായി വചനം കേട്ടോ, എന്റെ വചനം ഞാൻ അയക്കും. ചില മനസ്സുകളിൽ പാമ്പ് പത്തിയെടുത്ത് നിൽക്കുന്നത് പോലെ തലയെടുത്ത് നിൽക്കുന്ന ചില വിഷയങ്ങൾ കീഴ്പ്പെടും, തല താഴ്ത്തും. ഈ ഒരാഴ്ചക്കപ്പുറം അത് ഉണ്ടാകില്ല. ശരീരത്തിൽ നിൽക്കുന്ന മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന രോഗം വരെ കീഴ്പ്പെടും ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ. സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചേ. അകാരണമായി നിന്നെ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും ആളുകൾ, അവരിൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തികൾ, നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന, നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നെ ആത്മീയത്തിന്റെ പേരിൽ വല്ലാതെ ഒതുക്കുന്ന, അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ ഈ അടച്ചിട്ട മുറിക്കകത്ത് ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കീഴ്പ്പെടുത്താൻ ഇറങ്ങി വരുന്ന ദൈവവചനത്തിന്റെ അപാരതയെ ഇന്ന് രാത്രി സ്വീകരിക്കാം. മക്കളിൽ വ്യാപരിക്കുന്ന ചില നെഗറ്റീവ് എനർജി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ രാത്രിക്കാലം ഞാനൊരു കഥ പറയാൻ വന്നതല്ല, ഞാൻ 5 പ്രസംഗം പ്രസംഗിക്കാൻ വന്നതല്ല. കർത്താവ് എന്നോട് പറഞ്ഞു വിട്ടത്, എന്റെ ജനത്തെ നീ സഹായിക്കണം. യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം എന്നോട് പറഞ്ഞു വിട്ടത്, എന്റെ ജനത്തെ നീ സഹായിക്കണം. പ്രസംഗിച്ചിട്ട് പോരാനല്ല, പ്രവചിച്ചിട്ട് പോരാനല്ല, ചിലരെ സഹായിക്കണം. ഷാർജയിൽ പ്രൗഢമായ രീതിയിൽ ജീവിക്കുന്ന നിങ്ങളെ ഒരു സുവിശേഷകനായിരിക്കുന്ന ഞാൻ എങ്ങനെ സഹായിക്കുമെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ സ്വർഗ്ഗം പറഞ്ഞ മറുപടിയാണ്, നീ എന്റെ വചനം പറ. ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി വചനം ചെന്ന് കീഴ്പ്പെടുത്തും. ആ വചനം കീഴ്പ്പെടുത്താൻ തുടങ്ങിയാൽ അവരുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും പൊങ്ങി വരാതിരിക്കാൻ വലിയ പാറ കൊണ്ട് വെച്ചിരിക്കുന്നത് പോലെ അടച്ചു വെച്ച വിഷയങ്ങളെ എന്റെ കർത്താവ് തെറിപ്പിച്ചു കളയും. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല രാത്രി ചില വിഷയങ്ങളെ ഉടക്കട്ടെ. അതിന്റെ ഒരു 3-4 മിനിറ്റുകൾ കർത്താവിന്റെ നിരപ്പാക്കട്ടെ. ദൈവം അതിന്റെ ഒരു ബേസ് ഉണ്ടാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഉയരേണ്ടവർ ഇതിനകത്തുണ്ട്, വളരേണ്ടവർ ഇതിനകത്തുണ്ട്, മുരടിച്ചു പോയവരുണ്ട്, നിന്റെ വീട്ടിലുണ്ട്. ആരാധനയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ കാര്യം പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരുണ്ട്. അവരെ മതിക്കുന്ന വിഷയങ്ങളെ വചനമായ ചുക്കിപ്പെടുത്തി നിന്റെ കൂടെ ആരാധിക്കാൻ സ്വർഗ്ഗം വിട്ടുതരും. വചനത്തിന്റെ ശക്തി അറിഞ്ഞ ദൈവത്തിന് നന്ദി പറ. നന്ദി കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ആലോചനയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനത്തെ ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു. ഈ ഒരാഴ്ച മുഴുവൻ ഈ അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്ത് ഒരുപാട് പേരുടെ പട്ടിണി മാറ്റിയ, ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിച്ച ഒത്തിരി അപ്പനമ്മമാരുടെ കണ്ണുനീരിന്റെ ഫലമായി തലമുറകളെ ഈ രാജ്യത്ത് അയച്ച് വേണ്ടുപോലെ നന്മ കൊടുത്ത് വീണ്ടും നന്മയൊക്കെ നാട്ടിൽ അനുഭവിക്കാൻ യോഗ്യമായ ഈ അനുഗ്രഹീത രാജ്യത്ത് കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ പ്രസംഗിപ്പാൻ ഒരവസരം കൂടി എനിക്ക് തന്നല്ലോ കർത്താവ്. ഈ ഒരാഴ്ച മുഴുവൻ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി ഞാൻ അങ്ങയുടെ വചനം ശുശ്രൂഷിക്കാൻ കർത്താവിനോട് പറഞ്ഞതനുസരിച്ച് 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ചില വിഷയങ്ങൾക്ക് കൺക്ലൂഷൻ ഉണ്ടാകണം. 2, ചില കാര്യങ്ങളെ അടിയന് തരുന്ന വചനം, എന്റെ നാവിൽ നിന്ന് അടർന്നു വീഴുന്ന വചനം ചെന്ന് ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്തണം.
അങ്ങനെ ഈ ജനത്തെ അങ്ങനോട് പറഞ്ഞു വിട്ടതുപോലെ സഹായിക്കാവുന്നതിന്റെ പരമാവധി സഹായിച്ച് എനിക്ക് മടങ്ങി പോകാൻ പറ്റും. തുടക്കം ഇന്ന് രാത്രി ഇവിടെ കുറിക്കുന്ന കർത്താവേ, ഈ നാട്ടിൽ അതിരുകൾ നോക്കാതെ, സഭകൾ നോക്കാതെ, സമുദായം നോക്കാതെ വിടിവിക്കപ്പെടേണ്ടവരെയൊക്കെ പരിശുദ്ധാത്മാവ് കുത്തി ഇളക്കി യോഗത്തിന് വിട്ടേക്കണേ. അവരനുഗ്രഹിക്കപ്പെടുന്നത് കാണാനിടയാകണേ കർത്താവേ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സ്വർഗം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങയിൽ മാത്രം ആശ്രയിച്ച് നമ്മുടെ വചനത്തിലേക്ക് കടക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിച്ചാണ്. ഈ ഒരാഴ്ചത്തെ വൈകുന്നേരത്തെ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 2 വാക്യങ്ങൾ ആമുഖത്തിൽ വായിച്ചതാണ്. പിന്നീട് അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരാഴ്ച മുഴുവൻ റെഗുലറായി ദൈവം അനുവദിക്കുന്ന പക്ഷം കണ്ടിന്യൂ ആയി ആ വിഷയത്തെ ആധാരമാക്കി ഇന്ന്, നാളെ, മറ്റന്നാൾ മുതൽ ശനിയാഴ്ച രാത്രി വരെ ശുശ്രൂഷിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. നിങ്ങൾ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒരുക്കമുള്ള മനസ്സാണെങ്കിൽ ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് 2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യവും 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 2 വാക്യങ്ങളാണ്. 19-ന്റെ 23, 20-ന്റെ 1 വായിച്ചാട്ടെ. 20-ന്റെ 1 മതി. സ്തോത്രം. 19-23 നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ ഒരു വിഷയത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഒരു വചനത്തെ മുഴുവനല്ല. സ്തോത്രം. 19-23 വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹം ഉണ്ടായി. 20-ന്റെ 1 കലഹം ശമിച്ച ശേഷം. സ്തോത്രം. 19-ന്റെ 23 കലഹം ഉണ്ടായെങ്കിൽ 20-ന്റെ 1 കലഹം ശമിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ പുസ്തകത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പ്രശ്നമില്ലെന്ന് പറയുന്ന പുസ്തകമല്ല, ഉണ്ടാകാം. കാറ്റും കോളും തിരമാലയും കലഹവും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, കുറച്ചോളം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ കലഹത്തെ ശമിപ്പിക്കാൻ കഴിവുള്ളവൻ ഇതിന്റെ പുറകിലുണ്ട്. സ്തോത്രം. അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. ചിലപ്പോൾ എന്നായിരിക്കും പറയാനൊക്കെ ശനിയാഴ്ചക്കുള്ളിൽ എത്താൻ പറ്റുമായിരിക്കും. എന്നാൽ ആ വാക്യം 23-ാം വാക്യം തുടങ്ങിയത് ഇങ്ങനെയാണ്: ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, ആ കാലത്ത്, സ്തോത്രം, എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്ക് അല്ലെങ്കിൽ വാക്യം ആരംഭിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 6 ഭാഗത്ത് ഇങ്ങനൊരു വാക്ക് പറഞ്ഞുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ ചരിത്രം തുടരുന്നുണ്ട്. 6 വ്യത്യസ്ത സ്ഥലങ്ങളിൽ. വേദവ്യാഖ്യാതാക്കളുടെ അഭിപ്രായ പ്രകാരം ആ 6 വാക്കുകൾ ഞാൻ സന്ദേശവും ദൂതും ഒക്കെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു വാങ്ങിക്കുന്നതാണ്. എന്നാൽ സ്തോത്രം, ഈ കാര്യത്തെക്കുറിച്ച് ഒരു തിട്ടവും ഉറപ്പും കിട്ടാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ എന്നേക്കാൾ ജ്ഞാനികളായിരിക്കുന്ന ആളുകളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, മറ്റിതിര സ്തോത്രം കമന്ററികളൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെ സ്തോത്രം കമന്റുകൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലത സന്ദേശത്തിന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വേദശാസ്ത്രിമാരുടെ അഭിപ്രായം എന്നൊക്കെ പറയുന്നത് ഒരു അന്വേഷണത്തിന്റെ കൂടി സ്തോത്രം മറുപടിയാണ്. അവരുടെ അഭിപ്രായത്തിനകത്ത് ഈ 6 ഭാഗം നമ്മൾ ഈ രാത്രികളിൽ ചിന്തിക്കുമ്പോൾ സ്തോത്രം അതിനവർ കൊടുക്കുന്ന പേരിതാണ് മേജർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലും അപ്പോസ്തല പ്രവൃത്തി അസാധാരണമായിരിക്കുന്ന ഷിഫ്റ്റിങ്ങിലേക്ക്, അഥവാ ഭയങ്കര മാറ്റങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം നൂറ്റാണ്ടിലെ കുറച്ച് കാലഘട്ടത്തിന്റെ ചരിത്രം മാത്രമേ ഉള്ളൂ. പക്ഷേ സഭയുള്ളിടത്തോളം കാലം ഈ ചരിത്രം തുടരുന്നുണ്ട്. എന്നും ഒരുപോലല്ല, ഒരേ താളത്തിലല്ല. പ്രാർത്ഥന നിന്നു പോകാതിരുന്നാൽ, ആത്മീയതയ്ക്ക് തണുപ്പ് വരാതിരുന്നാൽ, നിങ്ങളുടെ വിശ്വാസം ഉറഞ്ഞു പോകാതിരുന്നാൽ, പുതുക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ ഭയങ്കര ഷിഫ്റ്റിംഗ് നടക്കും. എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആ വാക്ക് ഒരു ടെർമിനോളജി, ഒരു പ്രത്യേക ഫ്രേസ് ആണ് മേജർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. കുറച്ച് നാളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആത്മീയത്തിൽ ഉദാസീനരാകരുത്. പ്രശ്നങ്ങൾ പരിശോധനയൊക്കെ വരും, പക്ഷെ തളരരുത്. സഭായോഗം മുടക്കരുത്. സ്തോത്രം. ആരാധിച്ചു പോകുന്നവർ ആരാധന നിർത്തരുത്. ഉപവസിച്ചു പോകുന്നവർ ഉപവാസം നിർത്തരുത്. രാത്രി ഒന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുള്ളവർ ആ പ്രാർത്ഥന നിർത്തരുത്. അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുതിച്ചുചാട്ടം എപ്പോഴാണ് പറയാനൊക്കെ ഉണ്ടാകും. നമ്മൾ കണക്കൂട്ടുന്ന സമയത്തായിരിക്കില്ല, നമ്മൾ പറയുന്ന സമയത്തായിരിക്കില്ല. ഏത് പ്രാർത്ഥനയ്ക്കും ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും. ആത്മീക ജീവിതത്തിന് ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റും. സ്തോത്രം. അതിടയ്ക്ക് വെച്ച് ബ്രേക്ക് ആകരുത്. തുടർന്നാൽ അങ്ങനെ ഈ പുസ്തകത്തിനകത്ത് ഒന്നിനു പുറകെ ഒന്നായി കർത്താവ് ഉപയോഗിച്ച ആളുകൾ ശക്തമായി പ്രയോജനപ്പെടുമ്പോൾ അവര് സ്തോത്രം ഒരേ താളത്തിൽ ഇങ്ങനെ താളം തല്ലി നിൽക്കുകയല്ലായിരുന്നു. ഭയങ്കര ദൈവപ്രവൃത്തികൾ നടക്കാൻ തുടങ്ങി.
ഡെവലപ്മെന്റുകൾ നടക്കാൻ തുടങ്ങി. ആത്മീയതയിൽ ഭയങ്കരമായിരിക്കുന്ന ദൈവഹിതം നിറവേറാൻ തുടങ്ങി. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമുക്ക് അപ്പോസ്തലരുടെ പാറ്റേൺ മനസ്സിലാക്കിയാൽ മതി. മുന്നോട്ട് പോകുന്തോറും സഭ കരുത്താർജിക്കാൻ തുടങ്ങി. ഞാൻ ഒറ്റ എവിഡൻസ് പറയാം, സമയം പോകുന്നെങ്കിലും നാളെയൊക്കെ ഉണ്ടല്ലോ. നാളെ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ധൃതി പിടിക്കാതെ കാര്യത്തെ പതുക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 3 പ്രാവശ്യമാണ് കാരാഗ്രഹത്തിനകത്ത് നിന്ന് തടവറയിൽ മതകോടതിയും സർക്കാരും റോമൻ കോടതിയൊക്കെ കാരാഗ്രഹത്തിൽ ഇട്ടവരെ കാരാഗ്രഹം തുറന്നോ പൊളിച്ചോ പുറത്തു കൊണ്ടുവന്നത് 3 പ്രാവശ്യമാണ്. 5-ാമത്തെ അധ്യായത്തിനകത്താണ് ആദ്യത്തെ സ്തോത്രം കാരാഗ്രഹ ഭേദനം അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടന്നവരെ പുറത്തു കൊണ്ടുവന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. സ്തോത്രം 5-ാമത്തെ അധ്യായം 18-ാം വാക്യം ഞാൻ വായിക്കാം. 5:18. അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. കണ്ടോ, പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്നവരെ പുറത്തു കൊണ്ടുപോകുന്നു. വാക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചോളണം. പഠിക്കുന്നവർ, ശ്രദ്ധിക്കുന്നവർ. സ്തോത്രം. വേദപുസ്തക വായനയെ സൂക്ഷ്മ പരിശോധനയോടെ വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വിശദീകരിക്കുന്നത് കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിനകത്ത് പൊതു തടവിലാക്കി എന്ന് പറഞ്ഞാൽ ജയിലിൽ അടച്ചു. ഒരു രാത്രി ലോക്കപ്പിൽ അടച്ചെന്ന് പറഞ്ഞു, നീ ജയിലിൽ എന്ന് പറയണ്ട. പക്ഷെ അന്ന് രാത്രി ഒരു സംഭവം നടന്നു. ദൈവത്തിന്റെ ദൂതൻ വന്ന്, ആ രാത്രി കർത്താവിന്റെ ദൂതൻ വന്ന് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. സ്തോത്രം. ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്, കാരാഗ്രഹത്തിന്റെ വാതിൽ ആരാണ് തുറന്നത് എന്ന് 5-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി ചോദിച്ചാൽ മാർക്ക് കിട്ടണമെങ്കിൽ ദൂതൻ തുറന്നു എന്ന് വേണം എഴുതാൻ. 2-ാമത്തെ കാരാഗ്രഹ ഭേദനം നടക്കുന്നത് 12-ാം അധ്യായത്തിലാണ്. നമ്മുടെ പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് സഭ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങുന്നു. പക്ഷെ അവിടെ നിങ്ങൾ സൂക്ഷിച്ചു വായിച്ചാൽ കാരാഗ്രഹത്തിന്റെ കവാടങ്ങളിൽ ദൂതൻ തൊടുന്നില്ല. കാരാഗ്രഹം പൂട്ടിയിരിക്കുന്ന കരിന്താട് ദൂതൻ പൊട്ടിക്കുന്നില്ല. അവിടെ നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയുന്നത് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, നിന്റെ വസ്ത്രം പുതച്ചെന്റെ പിന്നാലെ വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വാതിലുകൾ തന്നെ തുറക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നു? 5-ാം അധ്യായത്തിൽ സഭ ഒരു പൈനിയർ സ്റ്റേജിലാണ്. ആത്മീയത്തിൽ പതുക്കെ അവർ വളർന്നു വരുന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കാനൊക്കെ ശീലിക്കുന്നേ ഉള്ളൂ. പരിശുദ്ധാത്മ ഇറങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ദൈവം സഹായിക്കാൻ ദൂതനെ വിട്ടു. ദൂതൻ വന്നിട്ട്, നമ്മൾ ഒന്നിൽ പഠിച്ച സമയത്ത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകനോ അല്ലെങ്കിൽ മലയാളാക്ഷരം പഠിപ്പിച്ച ആശാട്ടി നമ്മുടെ കയ്യെ പിടിച്ചുകൊണ്ട് എഴുതിച്ചതുപോലെ ആദ്യത്തെ ഭാഗത്ത് ദൂതൻ വന്ന് തുറന്നു. പക്ഷെ 2-ാമത്തെ ഭാഗത്ത് ദൂതൻ വന്നെങ്കിലും ദൂതൻ പറഞ്ഞതനുസരിച്ച് പിന്തുടർന്നപ്പോൾ കാരാഗ്രഹം തന്നെ തുറന്നു. സ്തോത്രം. തന്നെ തുറന്നു. അപ്പൊ 2-ാമത്തെ ഭാഗത്ത് കാരാഗ്രഹം തുറന്നത് ആരെന്ന് ചോദിച്ചാൽ ദൂതനെന്ന് എഴുതിയാൽ നിങ്ങളുടെ മാർക്ക് പോകും. കാരണം ദൂതനല്ല. സ്തോത്രം. ദൂതന്റെ പിന്നാലെ നടക്കുമ്പോൾ കാരാഗ്രഹം തന്നെ തുറക്കുകയാണ്. 3-ാമത്തെ ഭാഗം കാരാഗ്രഹം തുറക്കുന്നത് 16-ാം അധ്യായത്തിലാണ്. പൗലോസും ശീലാസുമാണ് കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. റോമൻ കാരാഗ്രഹമാണ്. സ്തോത്രം. റോമൻ കോളനിയിലാണ് സംഭവം. റോമിലല്ല സംഭവം നടക്കുന്നത്. റോമന്റെ ഭരണസീമയ്ക്കകത്ത് മക്കദോനിയോടുള്ള ബന്ധത്തിൽ സ്തോത്രം ആ ഭാഗത്താണ് നടക്കുന്നത്. പക്ഷെ അവിടെ കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും കിടക്കുമ്പോൾ അവിടെ നിങ്ങൾ അരിച്ചു കണക്ക് നോക്കിയാലും പത്രോസിന്റെ കേസിലും 5-ാം അധ്യായത്തിലും ദൂതനെ അയച്ച ദൈവം ദൂതനെ അയച്ചില്ല. ദൂതൻ അവിടെ വന്നില്ല. സ്തോത്രം. ഞാനത് ഭാവനയെ കാണാറുണ്ട്. സാധാരണ ആളുകൾ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൂതൻ വന്ന് തുറക്കാറുണ്ട്. ആ ദൂതൻ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴത്തേക്കും നേരെ പോകാൻ വേണ്ടി പെട്ടിയൊക്കെ തയ്യാറാക്കി കാണും. സ്തോത്രം. കാരണം മിക്കവാറും ഈ കേസ് വരുമ്പോൾ പോകാറുണ്ടല്ലോ ജാമ്യം എടുക്കുന്നതുപോലെ. നേരം ദൈവം പറഞ്ഞു, ഇപ്രാവശ്യം നീ പോകണ്ട. എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ദൂതന്മാർ മുഴുവൻ നോക്കിയിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇപ്പോ സഭയൊക്കെ മാറി. ഇപ്പൊ പണ്ടത്തെ പോലല്ല. ഇപ്പൊ അവർ കരുത്തരായി, അവർ ആത്മബലമുള്ളവരായി. ഇനി ഒരു ദൂതൻ പോയില്ലെങ്കിലും അവര് തന്നെ പൊളിച്ചോളും കാരാഗ്രഹം. സ്തോത്രം. അവിടെ ഒരു ഡെവലപ്മെന്റ് കാണുന്നുണ്ടോ? സ്തോത്രം. ആ ഷിഫ്റ്റിംഗ് കാണുന്നുണ്ടോ? എല്ലാ കാലവും ദൂതൻ വന്ന്, പ്രവാചകൻ വന്ന്, പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് എണ്ണ തന്ന് വെള്ളം തന്ന് സ്വർഗത്തിലെത്തിക്കാൻ ആരും വ്യാമോഹിക്കണ്ട. സ്തോത്രം. സത്യം പറയുന്നത് ആരും വ്യാമോഹിക്കണ്ട. ആദ്യത്തെ പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ച് വെള്ളം വന്നപ്പോ സൗഖ്യമായി. അതൊരു ശീലമാക്കിയ നിങ്ങൾ ഓർത്തോണം, ദൈവം പ്രവർത്തിക്കുകയല്ല.
സ്തോത്രം, മനസ്സിലായോ? അതൊരു ശീലമാക്കിയാൽ പ്രവർത്തിക്കല്ല. കാരണം അതൊക്കെ ഒരു തുടക്കത്തിന്, ഒരു വിശ്വാസത്തിന് വേണ്ടി ഒരു കർത്തൃദാസൻ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത മാത്രമേ അപ്പൊ തന്നെ ആ പ്രശ്നം തീർന്നു. അത് കണ്ടുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളം കൊണ്ട് വന്നാൽ മനസ്സിലാവുന്നുണ്ട്. മണ്ടം കളിക്കുക നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം. എന്നാലും വേണ്ടില്ല, ഞാൻ പറയാനുള്ളത് മുഴുവൻ പറയും. സ്തോത്രം, മനസ്സിലായോ? അപ്പൊ അതൊരു തുടക്കത്തിന് വേണ്ടി ചെയ്ത, ദൂതനെ അയച്ചതിന് തുടക്കത്തിന്. കാരണം നീ ഒരു തുടക്കക്കാരിയാണ്. സ്തോത്രം, നീ ഒരു തുടക്കക്കാരനാണ്. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്ന ദൈവത്തിന് അറിയാം. അന്ന് ദൂതനെ വിട്ടിട്ട് പറഞ്ഞു, കാരാഗ്രഹത്തിന് താഴെ ചവിട്ടി പൊളിച്ചിട്ട് അവരെ പുറത്തു കൊണ്ടുവരണം. രണ്ടാമതാഴ്ച പറഞ്ഞു, അകത്ത് കിടക്കുന്നവൻ സാധാരണക്കാരനല്ല, അവനെ നിന്ന് തട്ടി ഉണർത്തിയാൽ മതി, ബാക്കി കാര്യം നടന്നോളും. മൂന്നാമത്തെ പ്രാവശ്യം ദൂതൻ പോരാൻ നേരത്ത് പറഞ്ഞു, പോകണ്ട, അതിനകത്ത് കിടക്കുന്നവന്മാർ രണ്ടുപേര് ഇന്നലകളിൽ കിടന്നവരെ പോലല്ല, അവരുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് അടിത്തറ പൊളിച്ചോളും. മനസ്സിലായോ? അപ്പൊ എന്നും ദൂതൻ വരുമെന്ന് വിചാരിക്കരുത്, എന്നും ഉപദേശിയുടെ പ്രാർത്ഥന കൊണ്ട് കാര്യം നടക്കുമെന്ന് വിചാരിക്കരുത്. നിന്നെ സ്വർഗം വളർത്തിക്കൊണ്ടിരിക്കുക. ഇനിയുള്ള കേസിൽ നീ ആരാധിക്കുമ്പോ, നീ പ്രാർത്ഥിക്കുമ്പോ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോ നിന്റെ കുടുംബ പ്രാർത്ഥനക്കകത്ത് വിടുതൽ നടക്കണം. ഒരു ഇൻക്രീസ് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒരു ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒരു ഉയർച്ച ഉദ്ദേശിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് വാരക്കാലം നിങ്ങളെ തൊട്ടിട്ട് പറയുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കാം, എന്റെ ദൂതനെ അയക്കാം. പക്ഷെ നീ ഒരുമിച്ച് നിൽക്കുന്ന തന്നെത്താൻ ചില കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. ഒരു മേജർ ഷിഫ്റ്റിംഗ് തന്നെ നടക്കട്ടെ, ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകട്ടെ. എനിക്ക് കഴിയുമെന്ന വിശ്വാസം. രാവിലെ ഞങ്ങൾ ഇവിടെ കുറച്ചു പേരെ വന്നുള്ളൂ, താഴത്തെ പോലെ. അന്ന് രാവിലത്തെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വാക്യം വായിച്ചാണ് തുടങ്ങിയത്, തിരുവെഴുത്തിലൂടെ യേശു ആരെന്ന് തെളിയിച്ചു. സ്തോത്രം, തിരുവെഴുത്താ തെളിയിക്കേണ്ടത് നീ ആരാണെന്ന്. സ്തോത്രം, അതിന്ന് രാത്രി ഇവിടെ വന്നവർക്ക് വേണ്ടി ചേർത്ത് പറയുക, വചനം തെളിയിക്കും നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എത്ര വലുതാണെന്ന്. അത് നീ ഇന്ന് രാത്രി സ്വീകരിക്കാൻ തയ്യാറായ ഞാൻ ഉറപ്പ് പറയാം, നിന്റെ സ്വപ്നത്തിൽ ശക്തി ഉണ്ടാകും, നിന്റെ പ്രാർത്ഥനയിൽ ശക്തി ഉണ്ടാകും. 16 അധ്യായത്തിന് ശേഷം കാരാഗ്രഹം പൊളിക്കാൻ ദൂതൻ വന്നില്ല. 16 ശേഷം അപ്പോസ്തലരുടെ പ്രവർത്തിക്കകത്ത് കാരാഗ്രഹത്തിനകത്ത് പൊളിച്ചു ഒന്നും കാണുന്നില്ല. കാരണം അന്ധകാര ശക്തിക്ക് മനസ്സിലായി, സഭ കരുത്താർജിച്ചു. ഇനി കാരാഗ്രഹത്തിൽ ഇട്ടാരെങ്കിലും പൊളിക്കും, അടിത്തറ തകർക്കും. അങ്ങനെയുള്ള ഒരു ചലഞ്ച് ദൈവാത്മാവിന്റെ രാത്രി തരിക. അത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വർഗ്ഗം അത് തെളിയിച്ചിരിക്കും. ഹല്ലേലൂയ. കർത്താവ് ചെയ്യട്ടെ. 6 പ്രത്യേക സ്ഥലങ്ങളിൽ സ്തോത്രം ആ കാലത്ത് എന്നുള്ള വാക്കുകൊണ്ട് ആരംഭിക്കുകയാണ്. അത് ഒന്നിനു പുറകെ ഒന്നായി കർത്താവ് അനുവദിക്കുന്ന പക്ഷെ ചിന്തിക്കാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഒന്നാമത്തത് ഇന്ന് രാത്രി നമുക്ക് വായിക്കാം. ഒന്നാമത്തത് 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണ്. 1-ാം അധ്യായം 15-ാമത്തെ ആ കാലത്ത് എന്നൊരു സിമ്പിൾ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു വാക്യം മുഴുവൻ എടുക്കുന്നില്ല. എല്ലാ ദിവസവും ഒരേ വാക്യം മിക്കവാറും വായിക്കാൻ സാധ്യതയില്ല. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന അനുസരിച്ച് ഒരു കൊച്ചത് എത്രയുള്ളൊരു ചെറിയ ക്യാപ്സൂൾ ആ വാക്കുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് നിൽക്കാൻ നോക്കാം. ആദ്യത്തെ വാക്യം 1:15 എന്താ എഴുതിയിരിക്കുന്നത്? ആ കാലത്ത് ഏകദേശം 120 പേരുടെ ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. അവിടെയാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യത്തെ ഒരു ഷിഫ്റ്റിംഗ് നടക്കുക, ഒരു വലിയ പദ്ധതി നടക്കുക. എന്താണ് സ്തോത്രം നോക്ക് അവിടെ എഴുതിയിരിക്കുന്നത്? ആ കാലത്ത് സ്തോത്രം, ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? സ്തോത്രം, തൊട്ട് മുകളിലെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് അവര് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരു ദിവസം ഒരു പ്രാർത്ഥന വെച്ചു എന്നല്ല, തുടർമാനമായ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് വാക്യം കിടക്കുന്നത്. സ്തോത്രത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു. അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ കർത്താവിനെ അടക്കിയതിനു ശേഷം കർത്താവ് താൻ പറഞ്ഞിരുന്നത് പോലെ 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം, വലിയ റോമൻ ഇമ്പീരിയൻ മുദ്ര കൊണ്ട് കല്ലുകൊണ്ട് വെച്ച് ആ കല്ലിന് മുദ്ര വെച്ച് റോമൻ പട്ടാളക്കാരെ കാവലാക്കുകയൊക്കെ ചെയ്തെങ്കിലും കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ്.
ഹല്ലേലൂയ. യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 ദിവസം കൊണ്ട് പണിയും. അത് സ്തോത്രം, ദൈവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നതിനെ കുറിച്ചല്ലായിരുന്നു, തന്റെ ശരീരത്തെ കുറിച്ചാണ് തന്നെ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. യേശു പറഞ്ഞു, എന്തൊക്കെ ചെയ്താലും നിങ്ങൾ എത്ര പൊളിച്ചാലും ഞാൻ പണിയും. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അതിന്റെ നടുവിൽ എത്ര പൊളിച്ചാലും പണിതിരിക്കും കർത്താവ്. പൊളിക്കാവുന്നതിന്റെ പരമാവധി പൊളിച്ചു. പക്ഷെ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ അനന്തരം 40 നാളുകൾ, 2-ാം വാക്യത്തിലുണ്ട്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം എന്നൊരു വാക്ക് കണ്ടോ? സ്തോത്രം. ബൈബിളിനെ വലിയ വിഗ്രഹമായിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കൊച്ചൊരു പേന ഉണ്ടെങ്കിൽ അടിയിൽ ഒരു വരയിട്ട് വെക്കുന്നതൊക്കെ ഓർക്കാൻ എളുപ്പമാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു 40 നാളോളം. ഉയർത്തെഴുന്നേറ്റ അനന്തരം 40 നാളോളം യേശു സ്തോത്രം അവർക്ക് പ്രത്യക്ഷനായി അവിടെ എഴുതിയിട്ടുള്ളൂ. ആ ഒരു വാക്ക് കാണുമ്പോൾ എവിടെയൊക്കെ പ്രത്യക്ഷമായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെ പഠിച്ചാൽ 13 പ്രാവശ്യമാണ് 40 ദിവസങ്ങൾക്കുള്ളിൽ യേശു പ്രത്യക്ഷനായത്. 13 പ്രാവശ്യം. സ്തോത്രം. 13 പ്രാവശ്യം എവിടേക്കെന്ന് പറയാൻ നോക്കിയാൽ ഒരു ബൈബിൾ ക്ലാസ് ആയി പോകും ഇത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഉപവാസ പ്രാർത്ഥനയാണ് നടക്കുന്നത്. അങ്ങനെ ഓരോ വാക്യങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് സമയം തീരും. 13 വാക്യങ്ങൾ, 13 ഭാഗം. അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യണം? ഒരു വിദ്യാർത്ഥിയുടെ മനസ്സുണ്ടാകണം, ഒരു പേന കൊണ്ടൊക്കെ വരണം, ഒരു കടലാസ് കയ്യിൽ വെക്കണം, എന്നിട്ട് സ്തോത്രം അവിടെ എഴുതി വെക്കണം 13 പ്രാവശ്യം യേശു പ്രത്യക്ഷനായെന്ന്. നാളെയൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും ഏതെങ്കിലും സമയത്ത് അത് കണ്ടുപിടിച്ച് നിങ്ങൾ സ്തോത്രം നിങ്ങളുടെ ഡയറി കുറിപ്പുകൾ തയ്യാറാക്കണം. സ്തോത്രം. 13 പ്രാവശ്യം, 13 പ്രാവശ്യത്തോളം പ്രത്യക്ഷമാകുകയാണ് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അടച്ചിട്ട വാതിലിനകത്തൊരിക്കൽ കർത്താവ് വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി എന്ന് പറഞ്ഞില്ലേ? ഒന്ന് പ്രത്യക്ഷനായി. സ്തോത്രം. കല്ലറ തോട്ടത്തിൽ മറിയിക്കൊന്ന് പ്രത്യക്ഷനായി. സ്തോത്രം. അതുപോലെ തന്നെ തോമസ് ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു അടച്ചിട്ട മുറിയിൽ വന്നത്. അടുത്ത ആഴ്ച തോമസ് ഉള്ള ആഴ്ചയിൽ പ്രത്യക്ഷമായി. ഇപ്പൊ തന്നെ 3 കണ്ടു, ഇനി 10 കണ്ടുപിടിച്ചാൽ മതി. അത്ര ഉപകാരം ഞാൻ ചെയ്തില്ലേ? ചെയ്യണ്ടെന്ന് ഓർത്തതാണ്. എന്നിട്ട് ഇരിപ്പ് കണ്ടപ്പോൾ സഹായിക്കാൻ തോന്നി, ഇനി 10 ഉള്ളൂ. സ്തോത്രം. സ്തോത്രം. അങ്ങനെ 13 പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം സ്തോത്രം അവസാനം 500-ലധികം ആളുകൾക്ക് ഒരുമിച്ച് പ്രത്യക്ഷനാകുന്നു. അതവിടെ വാക്യം കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് എഴുതുന്നു, സ്തോത്രം 500-ലധികം ആളുകൾക്ക് അവൻ ഒരുമിച്ച് പ്രത്യക്ഷനായി. 15-ന്റെ സ്തോത്രം 6-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് കാണാൻ പറ്റും. പെട്ടെന്ന് പോകണം, കാരണം സമയം സ്തോത്രം ഓടിപ്പോകുന്നതുകൊണ്ട്. ഈ 5-6 ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. അതിനിടയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചന നിങ്ങൾക്ക് കിട്ടണമല്ലോ, അതെല്ലാം കൂടി ചേർത്ത് വെച്ച് പോകണം. അതുകൊണ്ട് 15-ന്റെ 6-ലുണ്ട് 500-ലധികം ആളുകൾക്ക് ഒന്നിച്ച് പ്രത്യക്ഷനായി. എപ്പോഴാണ് 500-ലധികം ആളുകൾക്ക് ഒന്നിച്ച് പ്രത്യക്ഷനായത്? അത് കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ ഗലീല പുരുഷന്മാരെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുള്ളൂ. ആ കാര്യം പൗലോസാണ് എഴുതിയിരിക്കുന്നത്. അന്ന് കർത്താവിനെ യാത്രയയക്കാൻ വേണ്ടി, അങ്ങനെ തന്നെ പറയാം, യാത്രയയക്കാൻ വേണ്ടി യെരൂശലേം പട്ടണത്തോട് ചേർന്നുള്ള ഒലിവുമലയുടെ ആ മലഞ്ചേരിയിൽ 500-ലധികം ആളുകൾ ഗലീലക്കാർ വന്നു. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കണം, ഇത് പറയുമ്പോഴൊക്കെ ഭൂമിശാസ്ത്രപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഒലിവുമല സ്തോത്രം യഹൂദ്യ സംസ്ഥാനത്താണ്, അങ്ങ് മുകളിൽ കിടക്കുന്ന സംസ്ഥാനം. അതിനിടയിൽ ശമരിയുണ്ട്, അതിന്റെ താഴെയാണ് ഗലീല. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ഏറ്റവും അധികം അനുഭവിച്ച ജനം ഗലീലക്കാരാണ്. ഏറ്റവും അധികം ഭൂതങ്ങൾ പുറത്താകി, ഇരുട്ടിൽ ജനം വെളിച്ചം കണ്ടു, ഉരുടർ സൗഖ്യമായി എന്നിത്യാദി ഒരുപാട് കാര്യങ്ങൾ നടന്നത്. ഒത്തിരി കർത്താവിനെ പ്രയോജനപ്പെടുത്തിയ ജനമാണ് സ്തോത്രം ഗലീലക്കാർ. ഞാൻ ഇങ്ങനെയൊന്ന് പറയാം, ഈ പറഞ്ഞു വരുന്ന കൂട്ടത്തിലെല്ലാം ദൈവം സ്വർണ്ണഗോളങ്ങൾ ഉരുട്ടിട്ട് തരുന്ന പോലെ പറയുന്നത് പറയാം. ഈ ശാരദയിൽ ഒരുപാട് സഭകൾ കണ്ടേക്കാം, ഞാൻ ഡിനോമിനേഷൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് ഒരുപക്ഷെ വിവിധ സഭയുടെ പ്രതിനിധികളുമായിരിക്കാം. പക്ഷെ ഒരു വാശി നമ്മുടെ അകത്ത് കാണണം. സ്തോത്രം. യഹൂദ്യ, ശമരിയ, ഗലീല എന്നതുപോലെ വിവിധ സഭകളും കൂട്ടായ്മകളും ഈ കോമ്പൗണ്ടിൽ തന്നെ കാണും. പക്ഷെ യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികം അനുഭവിക്കുന്നത് എന്റെ സഭയായിരിക്കണം എന്നൊരാഗ്രഹം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഗലീലക്കാരാണ് ഏറ്റവും അധികം കർത്താവിനെ പ്രയോജനപ്പെടുത്തിയത്. ഇന്നും ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ പേര് പറയുന്നില്ല. മലയാളി ക്രൈസ്തവ സമൂഹത്തിനടുത്ത് പരിശുദ്ധാത്മാവിനെ ഏറ്റവും അധികം ആസ്വദിക്കുന്ന, ദൈവത്തിന്റെ വചനം ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്ന, കർത്താവിനെ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്ന കൂട്ടായ്മകളുണ്ട്. നിങ്ങൾ പരിശോധിക്കണം. ഞാനൊരു സുവിശേഷം എനിക്ക് പറയുന്നു, വെറുതെ ഒരു ബോർഡും വെച്ച് കാലഹരണപ്പെട്ട ഒരു വലിയ ആക്രിക്കണ പോലെ ഇരിക്കുന്ന ഒരു കൂട്ടായ്മയാണോ നിങ്ങളുടേത്? അതെയോ വചനം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? കർത്താവ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികം ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി
അതെയോ രാഷ്ട്രീയം കളിച്ചും കസേര ഉറപ്പിച്ചും വോട്ട് പിടിച്ചും പാവപ്പെട്ടവനെ ഒരു മൂലയിരുത്തി ദശാംശം വാങ്ങിച്ചും നിന്റെ വിഷയത്തിൽ ഇടപെടാതെ നിന്നെ ചതിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കർത്താവിന്റെ പക്ഷത്ത് നിന്നോണ്ട് പറയാം, കൊരിന്ത്യരോട് പറഞ്ഞതുപോലെ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വരിക, ഞാൻ നിങ്ങളെ കൈക്കൊള്ളാം എന്നെഴുതിയിരിക്കുന്നത് പോലെ ഒരു സഭയാണെങ്കിൽ ആ സഭ കർത്താവിനെ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തണം. ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്നത് ഗലീലക്കാരാണ് ഏറ്റവും അധികം യേശുവിനെ പ്രയോജനപ്പെടുത്തിയത്, യേശുവിന്റെ ശുശ്രൂഷകൾ അനുഭവിച്ചത്. സ്തോത്രം. ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ താളത്തിൽ വിടരുത്, നെഞ്ചുരുക്കി പ്രാർത്ഥിക്കണം. ഈ കാലത്ത് എന്റെ കർത്താവേ, ഞാനൊരു ലോക്കൽ സഭയുടെ പാസ്റ്റർ, എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടിലുള്ള പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്കറിയാം. സ്തോത്രം. ദൈവസഭയുടെ പോളിസിയാണത്. ഏറ്റവും അധികം കർത്താവിനെ പ്രയോജനപ്പെടുത്തുന്നത് സഭയാണെന്ന് അറിഞ്ഞാൽ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ആളുകളെ വിടുവിക്കും ദൈവം. അതിന്റെ ആഗ്രഹം നമ്മുടെ അകത്തുണ്ടായാൽ മതി, ദൈവം അത് ചെയ്യും. പോട്ടെ, യേശുക്രിസ്തുവിനെ യാത്രയാക്കാൻ യഹൂദയിൽ നിന്ന് ആരും വന്നില്ല, ആ ലോക്കലിൽ നിന്ന് ആരും വന്നില്ല. ദൂതൻ വന്ന് ചോദിച്ചത് ടോട്ടൽ ഗലീല പുരുഷന്മാരെ എന്നാണ്. ഏറ്റവും താഴെ കിടന്ന സംസ്ഥാനത്ത് നിന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണാനന്തരം സംഭവിച്ചിരിക്കുന്ന വലിയ തീവ്രമായിരിക്കുന്ന പ്രതിസന്ധി, പാകിസ്ഥാൻ ബോർഡറിൽ യുദ്ധം നടക്കുമ്പോൾ അവിടേക്ക് ടൂറിസ്റ്റുകളെ പോയിട്ട് ആളുകളെ പോലും കടത്തിവിടില്ല. അങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന പ്രമാദമായിരിക്കുന്ന വിഷയം നടന്നിരിക്കുമ്പോൾ ഗലീലയിൽ നിന്ന് 500ഓളത്തോളം ആളുകൾ, എൻ്റെ സഹോദരന്മാരെ, ജീവനെ പണയം വെച്ചുകൊണ്ട് ഈ പട്ടണത്തിൽ യേശു സ്വർഗാരോപണം ചെയ്യാന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അതുപോലെ എനിക്കറിയില്ല. ആരും നോട്ടീസ് ഇട്ടും ക്ഷണക്കത്ത് ഇവിടെ ഈ യോഗത്തിന്റെ ഫ്ലയർ എത്ര ദിവസങ്ങൾ മീഡിയയിൽ കൊടുക്കണമെന്ന് കാണുന്നതാ. എന്നിട്ട് നമ്മുടെ പേരെ ആൾക്കാർ പോലും വന്നില്ലല്ലോ. കുറ്റം പറയാന്ന് വിചാരിക്കരുത്. സ്തോത്രം. പക്ഷെ ഇവർക്കാരും നോട്ടീസ് ഇട്ടില്ല, ഫ്ലയർ അടിച്ചില്ല, ഇവരെ ആരും കല്യാണക്കുറി പോലെ ഇൻവൈറ്റ് ചെയ്തില്ല. പക്ഷെ അവരുടെ മനസ്സിനകത്തൊരു തിളപ്പുണ്ടായി, എന്തോ സംഭവിക്കാറായിട്ടുണ്ട്. ആ ബോധ്യത്തോടെ 500-ലധികം ആളുകൾ ഒരു മലയുടെ ചെരിവിച്ചെന്നു. പട്ടാളം കണ്ടാൽ, സ്തോത്രം, മതകോടതിയിലെ സേവകന്മാർ കണ്ടാൽ, ഇത് ഈ കൂടിവരവ്, ഇത്രയും ആളുകൾ സംഘം ചേരുന്നത്, പ്രത്യേകിച്ച് 40 ദിവസങ്ങൾക്ക് മുമ്പ്, അഥവാ സ്തോത്രം ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രമാദ നായകൻ എന്ന് അവർ പറയുന്ന യേശു ഘോഷിക്കപ്പെട്ടിരിക്കുമ്പോൾ യേശുവിന്റെ ആളുകൾ ഒരുമിച്ച് സംഘം ചേരുന്നത് വിവരമുള്ളവർക്കറിയാം, ജീവൻ അപകടമാണ്. എന്നിട്ട് അവർ ഒന്നിച്ചു കൂടി. ഞാനൊരു ദൂത് പറയാം, ആഗ്രഹമുള്ളവരുണ്ടോ എല്ലാത്തിന്റെ മീതെ അവനെ നിർത്തിയിരിക്കും. നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. എന്തൊക്കെ നടന്നാലും യേശുവിനെ യാത്രയാക്കാൻ വേണ്ടി അവർ നിൽക്കുകയാണ്. ഒരുമിച്ച് 500-ലധികം ആളുകൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 500-ലധികം ആളുകൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ കർത്താവിന്റെ കാൽപാദങ്ങൾ, ആ തേജോരൂപി സ്തോത്ര വിൺമയനായവൻ, മഹോന്നതനായവൻ, വസ്ത്രം ധരിക്കുന്നത് പോലെ വെളിച്ചത്തെ ധരിച്ചിരിക്കുന്നവൻ, ആ കർത്താവിന്റെ പാദങ്ങൾ പതുക്കെ മണ്ണിൽ നിന്ന് പൊങ്ങുകയാണ്. രണ്ട് കരങ്ങളും വിരിച്ച് വെള്ളരിപ്രാവിനെ പോലെ അവരുടെ തലയ്ക്ക് മീതെ അവരുടെ അരിമനാഥൻ, അവരെ രക്ഷിച്ചവൻ, ആ ഇരുട്ട് മാറ്റിയവൻ പതുക്കെ കണ്ണിന് മറകി. ആ കാഴ്ച ഏതൊരു ഭക്തന്റെയും ശരീരത്തിന് കുളിരണിയിക്കുന്നതാ. അങ്ങനെ അങ്ങനെ നോക്കി, ആകാശത്തിലേക്ക് നോക്കി കണ്ണിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ചെറിയ വെള്ളപ്പൊട്ടുപോലെ നീലാകാശത്തിന്റെ പ്രഭയിൽ യേശു മറഞ്ഞു. ആ സമയത്ത് ആകാശത്തിലേക്ക് നോക്കി കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരത്തെ കണ്ടുകൊണ്ട് ദൂതന്മാർ പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിന് യേശു പോയി കഴിഞ്ഞു, ഇനി ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവർ പോയതുപോലെ മടങ്ങി വരും. സന്തോഷമുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പോയതുപോലെ മടങ്ങി വരും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ പറഞ്ഞ് ആ സംഘം പിരിഞ്ഞു. 500-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ, ഇനി പറയുന്ന കേൾക്ക്, നിർഭാഗ്യവശാൽ 500 പേര് ഇത്രയും വളരെ പ്രൗഢമായി സന്തോഷത്തോടെ യേശുവിനെ യാത്രയക്കാനുണ്ടായി. യേശു പറഞ്ഞിരുന്നു, സ്തോത്രം, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത് എന്ന് പറഞ്ഞിരുന്നിട്ട് യാത്രയാക്കിയിട്ട് 120 പേര് മാത്രമേ മാളിക മുറിയിലേക്ക് പോയുള്ളൂ. ബാക്കി 380 പേർ ഇത്രയും വരെ വന്നിട്ട് അടുത്ത ഷിഫ്റ്റിലേക്ക് അല്ലെങ്കിൽ അടുത്ത
ആ ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ ഭയങ്കരമായിരിക്കുന്ന വലിയ കാര്യത്തിലേക്ക് കയറാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. എൻ്റെ ചിന്തകൾ പരിശുദ്ധാത്മ നിയോഗത്തോടുള്ളത് സ്തോത്രം, അത് തെറ്റല്ലെന്ന് 100% വിശ്വസിക്കുന്നു. ഗലീലയിൽ നിന്ന് വന്ന ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് മാളികമുറി സഭയില്ലാത്തതുണ്ടായിരുന്നു. 3000-ഓളം ആളുകൾ ഒന്നിച്ചു കൂടി സ്നാനപ്പെട്ടില്ലേ? ആ മുറിയോട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ആ പരിസരത്ത് 500 പേരിൽ പലരും അത്രയും വന്നിട്ട് അടുത്ത ലെവലിലേക്ക് കയറിയില്ല. അവരെവിടെ പോയി? പിന്നീട് അവർ സഭയുടെ ഭാഗമായി, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ നേരം ചോദിയൊരു ദൂത് പറയാം. എന്താണെങ്കിലും കർത്താവിന് വേണ്ടി ഇത്രയും നിന്നെങ്കിൽ അടുത്ത ലെവലിലേക്ക് കയറാനും കൂടി മനസ്സ് വെക്കണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ അറിയാനൊക്കെ ഇടയായി തീർന്നു. ഇത്രയൊക്കെ ആയില്ലേ? അവിടെ കൊണ്ട് തീർന്നില്ല. 1-ാം അധ്യായത്തിൽ ആദ്യത്തെ പാരഗ്രാഫ് കൊണ്ട് തീർന്നില്ല, അവിടെ തുടങ്ങുകയാണ്. അടുത്തൊരു വലിയ പദ്ധതി ദൈവം ആവിഷ്കരിച്ചു വെച്ചിരിക്കുക. കണ്ടതിനേക്കാൾ വലുത് കാണാൻ പോവുക, വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. അതിന് സ്തോത്രം, ഹല്ലേലൂയ, 500-ഓളം ആളുകൾ ഒരുമിച്ചുണ്ടായിരുന്നിട്ടും അവരിൽ പലരും തിരിച്ചു പോയി, വീടുകളിൽ പോയി. ഞാൻ അവരെ ഓരോരുത്തരെയും നോക്കി പറയും, സ്തോത്രം, കഷ്ടമായി പോയി. ആ 120 പേരുടെ ഇടയിൽ അവരുണ്ടായിരുന്നെങ്കിൽ സ്തോത്രം, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നി നാവ് പോലെ പതിഞ്ഞേനെ. 120 പേർക്കുള്ള ഇന്ധനമേ ഉള്ളൂ എന്നൊന്നും ദൈവം പറയില്ല. അവിടെ 1200 പേര് വന്നെങ്കിൽ അവർ നിറഞ്ഞേനെ. പക്ഷെ ലാസ്റ്റ് പോയിന്റിൽ വെച്ച് ക്വിറ്റ് ചെയ്യുന്നത് പോലെ അറിഞ്ഞോ അറിയാതെയോ അവര് അവിടെ കയറിയില്ല. ഒരു 100 വർഷം അത്രയും പേര്, ചുരുക്കം പേര്, 120 പേർ മാളികമുറിയിൽ കയറി. തുടക്കത്തിലൊന്നും സംഭവിച്ചില്ല പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എന്നാൽ കുറച്ച് മുന്നോട്ട്, ചില ദിവസങ്ങൾ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഈ 120 പേർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 50-ാം ദിവസമാണ് സ്തോത്രം പെന്തക്കോസ്ത് പെരുന്നാൾ എന്നറിയപ്പെടുന്നത്. അന്നാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് 40 ദിവസം, ഉയർത്തതിന് ശേഷം 40 ദിവസം പല ആളുകൾക്ക് പ്രത്യക്ഷനായി. അത് കഴിഞ്ഞൊരു 10 ദിവസം കൂടി കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഈ 10 ദിവസത്തിനിടയിൽ ചില ക്രമീകരണങ്ങൾ നടന്നു. 2-ാം അധ്യായത്തിനിടയിൽ അതാണ് നമ്മൾ വായിച്ചത്. ആ കാലത്ത് 15-ാം വാക്യം, ആ കാലത്ത് പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. സ്തോത്രം, എഴുന്നേറ്റ് നിന്നു. അവിടെ പറയുന്നത് എങ്ങനെയാണ്? സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തിയാകാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവൻ, ശുശ്രൂഷയിൽ പങ്കുലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേപ്പെടുന്നു പോയി. അവന്റെ കുടലെല്ലാം തുറച്ചു പോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്ന അർത്ഥമുള്ള അക്കൽദാമ എന്ന പേരായി. അടുത്ത വാക്യം കേട്ടോളണേ. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ. അത് ഒരു ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഒരു കൊട്ടേഷൻ എന്നും. അടുത്തത്, അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. അത് അടുത്തൊരു ഇൻവെർട്ടഡ് കോമയിൽ അടുത്ത കൊട്ടേഷനാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ഈ ഭാഗം അതുപോലെ പറയാനല്ല, ദൂത് പറയാനാണ് ഈ ഭാഗം നിൽക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? പത്രോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, സ്തോത്രം, ഇവിടെ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, 10 ദിവസമായി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്നൊരു കാര്യം പറയുകയാണ്. സഹോദരന്മാരെ, ദാവീദ് പറഞ്ഞതിന്റെ ഒരു ഭാഗം നടന്നു. എന്താണ് ഒരു ഭാഗം? എന്താണ് ഒരു ഭാഗം? അവിടെ എഴുതിയിരിക്കുന്ന കൊട്ടേഷൻ അത് എഴുതിയിരിക്കുന്നുണ്ടല്ലേ? അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, സ്തോത്രം, അതിലാരും പാർക്കാതിരിക്കട്ടെ. അത് സംഭവിച്ചു. ഒരു ദൂതിന്റെ ഒരു വശം നടന്നു. അത് യൂദ കെട്ടിയാണ് ചത്തപ്പോൾ അവന്റെ വാസസ്ഥലം ശൂന്യമാകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്ന് പറയപ്പെട്ട ഒരു ഭാഗം നടന്നു. എന്നാൽ അടുത്ത കൊട്ടേഷൻ, ആ ദൂതിനൊരു മറുഭാഗമുണ്ട്. എന്താ മറുഭാഗം? അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കണം. സ്തോത്രം, അത് ഇതുവരെ നിറവേറിയിട്ടില്ല.
സ്തോത്രം. അത് ഇതുവരെ നിറവേറിയിട്ടില്ല. ഇന്ന് രാത്രി ഞാനിത് വായിക്കുമ്പോൾ പറയാം, ഈ 10 ദിവസത്തെ പ്രാർത്ഥന അവിടെ നടക്കുമ്പോൾ ആദ്യം ദൈവാത്മാവ് ഇടിച്ചൂത്തി ഇറങ്ങി വരികയല്ലായിരുന്നു. ഈ 10 ദിവസത്തിനകം ദൈവം ചില വിടവുകൾ ഫില്ല് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചുകൂടെ തെളിച്ചു പറയാൻ ഞാൻ പറഞ്ഞു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗം നിറവേറിയ ദൂതുണ്ട്, അതിന്റെ മറുഭാഗം നിറവേറാൻ കിടക്കുന്നുണ്ട്. സ്തോത്രം. ആ മറുഭാഗം നിറവേറാൻ കിടക്കുന്നത് ചുമ്മാ ഇരുന്നാൽ നടക്കില്ല, പ്രാർത്ഥിച്ചാൽ നടക്കും. ഹല്ലേലൂയ. ശൂന്യമായി പോകട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു ഭാഗമാണ്. എന്നാൽ ഇതിനൊരു മറുഭാഗമുണ്ട്. ആത്മീയതയ്ക്ക് അങ്ങനെ 2 വശമുണ്ട്. ദൈവമക്കളെ, കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്താൻ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്, വാളത്രേ വരുത്തിയത്. ഇത്രയും നേരം പ്രസംഗിച്ചത് അവസാനം കൊണ്ടെന്ന് കല ഉടച്ചെന്ന് പറയരുത്. കാരണം എന്താ? സമാധാന പ്രിയനാണ് യേശു, സമാധാന പ്രഭുവാണ് യേശു എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആളുകളെ കൊണ്ടുവന്നിട്ട് യേശു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഞാൻ അപ്പനെ മക്കളിൽ നിന്ന് തമ്മിൽ അകറ്റാൻ വേണ്ടി വന്നവനാണ്. വായിച്ചിട്ടുണ്ടോ മത്തായി? സ്തോത്രം. അത് അങ്ങനെ പറഞ്ഞത് സത്യമാണ്. അതൊരു ഭാഗമാണ്. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, ഒരുപക്ഷെ നിന്റെ അപ്പൻ അത് ഉൾക്കൊള്ളാൻ പറ്റിയിരിക്കില്ല. അമ്മയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യത്ത് നിന്നത് പറയുമ്പോൾ സ്തോത്രം, ഒരുപാട് പേരുടെ അനുഭവം കണ്ടേക്കാം. കേരളത്തിൽ വെച്ചൊന്നും രക്ഷപ്പെടാത്ത ഒരുപാട് പേരെ ഈ മണനാരണ്യത്തിൽ കൊണ്ടുവന്ന് കർത്താവ് പിടിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് സ്നാനപ്പെട്ടു, നാട്ടിലേക്ക് പറഞ്ഞപ്പോൾ അപ്പൻ അത് ഉൾക്കൊണ്ടില്ല, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്തിനാണ് പറയുന്നു, ജീവിത പങ്കാളി പോലും സ്തോത്രം വെറുത്ത കേസുകളുണ്ട്. അതൊരു ഭാഗമാണ്. എന്നാൽ അതിനൊരു മറുഭാഗമുണ്ട്. ഹല്ലേലൂയ. ഈ ദൂതിന്, ഏത് ദൂതിന്? ശൂന്യമായി പോകട്ടെ, അത് ആരും പാർക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. അത് ഈ ദൂതിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ അതിനൊരു മറുഭാഗമുണ്ട്. എന്താ മറുഭാഗം? അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിൽ ലഭിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവചനത്തിൽ കിടക്കുന്ന ചില ഭാഗങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ കിടക്കുന്ന ചില ഭാഗങ്ങൾ, സ്വർഗ്ഗം പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, അതിന്റെ ഒരു ഭാഗമേ നടന്നുള്ളൂ, അതിന്റെ മറുഭാഗം നടക്കാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടോ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാം, നീ സ്വന്തം പഠിച്ചു വളർന്നു വന്ന കാലത്ത് നിന്റെ അമ്മയോട് ദൂത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിന്റെ സന്തതിയെ സ്വന്തം ഞാൻ ദേശത്തുനിന്ന് യോസേഫിനെ, ഞാൻ ഉദാഹരണം പറയാട്ടോ, യോസേഫിനെ അയച്ചതുപോലെ അയക്കും. ഹല്ലേലൂയ. അവിടെ ചെന്ന് ഞാൻ നേരി പിടിപ്പിക്കും. നീ അത് അവിടെ ചെന്ന് കാണും. നിന്റെ ദാരിദ്ര്യം മാറ്റാൻ, നീ എനിക്ക് വേണ്ടി നിന്നതിന് പരിഹാരമാകാൻ ഞാൻ അവനെ ഉപയോഗിക്കും എന്നതൊരു ദൂതായിരുന്നു. ഈ ദൂതൊക്കെ പരിശോധിച്ചാൽ, നമ്മൾ ഇതെല്ലാം എഴുതി വെക്കൊന്നും പരിശോധിക്കുകയില്ല, ഇതിനകത്തെല്ലാം പല പിരിവുകളുണ്ട്. ഒറ്റ ഘട്ടത്തിലായിരിക്കില്ല എല്ലാം കൂടി നിറവേറുന്നത്. ഇപ്പൊ ഇവിടെ വായിച്ച പോലെ ആ ദൂതിന്റെ 1-ാം ഭാഗമായിരിക്കും ഒരുപക്ഷെ ദൈവത്തിന്റെ കൃപയാൽ നല്ല പ്രായത്തിൽ ഈ ദേശത്തെത്തിയത്. യോസേഫിനെ അയച്ചതുപോലെ അയക്കുമെന്ന് പറഞ്ഞ ദൂത് നിറവേറി. പക്ഷെ അവിടെ കൊണ്ട് ദൂരം നിർത്തിയില്ലല്ലോ. അടുത്ത ഭാഗം, ഞാൻ അവനെ സ്തോത്രം ദേശത്ത് സ്വദേശിയായ പച്ചവൃക്ഷം പോലെ വളർത്തും, അവൻ നിമിത്തം സ്തോത്രം നിന്റെ കഷ്ടം മാറും എന്ന് പറഞ്ഞ ദൂത് നിറവേറി കാണിയല്ല. അതിവിടെ പരീക്ഷ എഴുതി ഇന്റർവ്യൂ നടത്തി കഷ്ടപ്പെടുകയായിരിക്കും. ആ ദൂത് നിറവേറിയെങ്കിൽ ഇതിന് 2-ാം ഭാഗം നിറവേറണം. ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നു, എന്റെ ജീവിതത്തിലെ കംപ്ലീറ്റ് ദൂതുകൾ നിറവേറി, ഇനി എനിക്ക് അങ്ങനെ ഒന്നും നോക്കാനില്ല, എങ്ങനെ ഒരു മനോഭാവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ യോഗം തീർന്നു. സ്വന്തം നാളെ നിങ്ങൾ വരണമെന്നില്ല. എന്നാൽ ജീവിതത്തിനകത്ത് എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിരുന്ന ദൂതിന്റെ 1-ാം ഭാഗം നടന്നു, ഇതിന്റെ 2-ാം ഭാഗം നിറവേറാനുണ്ട്. എന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിരുന്ന 1-ാം ഭാഗം നടന്നു, ഇതിന്റെ 2-ാം ഭാഗം നിറവേറാനുണ്ട്. എന്റെ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞ 1-ാം ഭാഗം നടന്നു, ഇതിന് 2-ാം ഭാഗം നിറവേറാനുണ്ട് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് രാത്രി പരിചിത ഭാഗത്ത് നിന്ന് ഞാൻ ചെകഞ്ഞെടുത്തൊരു ദൂത് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു 2-ാം ഭാഗത്തിന്റെ നിറവേറ് കിടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരാഴ്ചത്തെ പ്രാർത്ഥന പുതിയൊരു ദൂത് കേൾക്കാനായിരിക്കരുത്. പത്രോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, 1-ാം ഭാഗം നടന്നു, ഇതിന് 2-ാം ഭാഗം നടക്കണം.
പരിശുദ്ധാത്മാ ശക്തിയോടെ പറ, കർത്താവേ, ഞാൻ ഇവിടെ വന്നു, ഇവിടെ കൊണ്ട് തീരത്തില്ല. എന്റെ കുഞ്ഞ് പഠിച്ചു, പക്ഷെ ഇവിടെ കൊണ്ട് തീരത്തില്ല. അടുത്തതിലേക്ക് കടക്കണം, അടുത്തതിലേക്ക് കടക്കണം. ഇന്ന് രാത്രിക്കാല സ്വർഗസ്ഥനായ ദൈവം ഒരു ദൂതിൽ തന്നെ പല പിരിവുകളുണ്ട്. ഒരുവനെ കുറിച്ച് പറഞ്ഞതിനകത്ത് പല ഘട്ടങ്ങളുണ്ട്. കർത്താവിന്റെ ആത്മാവിന്റെ രാത്രി പറയുന്നു, ഈ പ്രാർത്ഥന ആ കാലത്ത് എന്ത് നടന്നു, എന്ത് നടന്നു? ബാക്കി നടന്ന ദൂതുകൾ നൽകാൻ തുടങ്ങുകയാണ്. സ്വത്രം 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 ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ചിലർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ചിലർ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ, ചില ദൂതിന്റെ ഭാഗങ്ങൾ നിറവേറാൻ തുടങ്ങുകയാണ്. രാത്രി അത് സംഭവിക്കാൻ തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ നിയോഗത്തോട് ഞാൻ പറയാം, കർത്താവിന്റെ നാമത്തിൽ ചില കാര്യങ്ങൾ നിറവേറാൻ തുടങ്ങട്ടെ. അടുത്തൊരു ഭാഗം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിറവേറുന്ന ആഴ്ചയായിരിക്കണം. ചകഞ്ഞെടുക്കണം. നമ്മളോട് ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു? എന്നെ എന്തിനാ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചത്? വിളിച്ചപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് ഫുൾഫിൽ ആകാൻ ഇനി ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിറവേറണം. എന്റെ കഴിവ് നോക്കരുത്, പ്രായം നോക്കരുത്, ഇപ്പോഴത്തെ നിയമം നോക്കരുത്, ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കരുത്. ഒറ്റ പിടിയെ പിടിക്കാവൂ. ഈ വാക്ക് വെച്ചുകൊണ്ട് സഭ 7 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അന്ന് 10 ദിവസം മാളികമുറിയിൽ പ്രാർത്ഥിച്ചതുപോലെ 7 ദിവസം ഇവിടെ പ്രാർത്ഥന നടത്തുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരു പ്രവാചകൻ വന്ന് ഡയറി നിറച്ച് ദൂത് തരികയല്ല. ഇന്നലകളിൽ പറഞ്ഞിരുന്ന ദൂത്, ഇന്നലകളിൽ നിറവേറിയ ദൂത്, അതിന്റെ ബാക്കി ഭാഗം നിറവേറാൻ പറയുകയാണ്. ഒന്നാം ഭാഗം നടന്നു, രണ്ടാം ഭാഗം നടന്നിട്ടില്ല. ഞാൻ ആ ഭാഗം തന്നെ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം. ജീവിതത്തിന്റെ അടുത്ത തലം വെളിപ്പെട്ടിട്ടില്ല. അത് നിറവേറാൻ ദൈവം പ്ലാൻ ചെയ്യുക. ഈ പ്രാർത്ഥനയിൽ സജീവ പങ്കാളിയാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പു തരാം, കർത്താവ് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ അതിന്റെ മറുവശം ദൈവം നിറവേറുകയാണ്. അടുത്തതാണ് അവിടെ സംഭവിച്ചത്. പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. പറഞ്ഞതിന് ദാവീദ് പറഞ്ഞതിന്റെ അടുത്ത തലം വെളിപ്പെടുക മാത്രമല്ല, അടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. അതോടെ ചിന്തിച്ച് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. ആ വാക്ക് നിങ്ങൾ കേട്ടെ. അവിടെ ഒരു കാര്യം മനസ്സിലാകുന്നു. അവർ പറഞ്ഞതനുസരിച്ച് യേശുക്രിസ്തു സ്നാനമേറ്റ കാലം മുതൽ സ്വർഗാരോഹണം ചെയ്ത കാലം വരെ വീട്ടിൽ പോകാതെ കർത്താവിന്റെ കൂടെ, ഞങ്ങളുടെ കൂടെ നടന്ന ഒരാൾ വേണം ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ. വന്നതാരാ നിങ്ങൾക്കറിയാം? മത്യാസ് എന്ന് പറയുന്ന ആളാണ്. 2 പേരുടെ പേരെടുത്ത് ചീട്ടിട്ടു. ചീട്ട് വീണത് മത്യാസിനാണ്. സ്തോത്രം. വെറുതെ ചീട്ട് വീണതല്ല. 2 കാര്യങ്ങൾ. ഒന്ന്, 380 പേര് പോയപ്പോൾ പോയായിരുന്നെങ്കിൽ ചീട്ട് വീഴില്ലായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ചീട്ട് വീഴുമെന്നോ ഇന്ന് ജനറൽ ബോഡി ഉണ്ടെന്നോ ഇലക്ഷൻ ഉണ്ടെന്നോ ഒന്നും വിചാരിച്ചു വന്നയാളല്ല. പക്ഷെ ദൈവമാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്തോത്രം. അന്ന് അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. ഇന്നൊരു സഭയ്ക്കകത്താണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് തുടർമാനമായ പ്രാർത്ഥനയ്ക്കകത്ത് പങ്കെടുക്കുമ്പോൾ വിചാരിക്കാത്ത ചില അർഹതയുള്ളവരെ അതിന്റെ സ്ഥാനത്തേക്ക് ദൈവം പിടിച്ചുയർത്തും. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുക വല്ലപ്പോഴും യോഗത്തിന് വരുന്ന ഒരാളെന്നല്ല. സ്തോത്രം. നമ്മുടെ കൂടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഒരാളെന്നല്ല. അവിടുത്തെ യോഗ്യത നിങ്ങൾ വായിച്ചിരുന്നപ്പോ കേട്ടോ. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത സമയം മുതൽ, യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന, അപ്പൊ ഒരു മനുഷ്യൻ വളരെ സൈലന്റായി സ്തോത്രം ഈ ഇടയിലൂടെ, ഇവരുടെ ഇടയിലൂടെ ഇന്ന് വരെയും ഒന്നിന്റെ പേര് പോലും കേട്ടിട്ടില്ല. എല്ലാ യോഗത്തിലും വരും. സ്തോത്രം. ഞാൻ കൺകൂടി ചെയ്യാൻ പോവാ. അസ്വസ്ഥരാകരുത്. എല്ലാ പ്രാർത്ഥനയിലും വരും. മുൻനിരയിലേക്ക് വരാറില്ല.
ഒന്നിനും സ്തോത്രം ഒരാക്രാന്തം കാണിക്കാറില്ല. എല്ലാ യോഗത്തിലുമുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ എല്ലാ ഗിരിപ്രഭാഷണത്തിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. എല്ലാ യോഗത്തിലും അപ്പോസ്തലന്മാർ 12 പേര് മാത്രം സെലക്ട് ചെയ്തത് ഒഴിച്ച് ബാക്കി എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹമുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവം നിശ്ചയിച്ചു ഇവൻ ഇന്നായിരിക്കുന്ന നിരയിൽ നിന്ന് ഇവനെ മറ്റൊരു നിരയിലേക്ക് മാറ്റണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ നിരയിലേക്ക് വരാൻ ഒരു അർഹതയില്ലായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ ബൈബിളിൽ കണ്ടിട്ടുള്ള ഒരുപാട് പേരുടെ നിര ദൈവം മാറ്റി നിർത്തിയത്. ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കൽ പൗരുഷയോ മറ്റോ പ്രസംഗിച്ചിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തവരെ ഞാൻ അതിന് പറയാറുണ്ട്, കാല വെറുക്കുന്നവരുടെ നിരയിലായിരുന്നു ലൂത്ത് വയലിൽ വന്നത്. അല്ലാതെ സ്തോത്രം പേഴ്സിനകത്ത് മുഴുവൻ കാശും വെച്ചുകൊണ്ട് വയൽ മേടിക്കാൻ വന്ന സ്തോത്രം എന്താ പറയുക, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരിയല്ലായിരുന്നു ആ സ്ത്രീ. ഒരമ്മയ്ക്കും മകൾക്കും കൂടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാല വെറുക്കുന്നത് ദാരിദ്ര്യം പിടിച്ചവരാണ്. സ്വന്തമായിട്ട് നിലവില്ലാത്തവർ, വയലില്ലാത്തവർ, ജീവിക്കാൻ ഒരു തൊഴിലില്ലാത്തവർ, അവർക്കുള്ളതാണ് കാല വെറുക്കൽ. ആ നിരയിൽ പല സ്ത്രീകളോടെ വന്നു ബോവസിന്റെ വയലിൽ. അങ്ങനെ ആ നിരയിൽ വന്നവളെ ദൈവം നിര മാറ്റി നിർത്തി ബോവസിന്റെ ഭാര്യ വീട്ടിൽ യോഗ്യതയുള്ള വീട്ടുകാരിയാക്കി മാറ്റി. സ്തോത്രം. എസ്തേറിനെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് രാജാവിന്റെ ഭാര്യയാകാനല്ല. ബാബിലോണിൽ നിന്ന് ബാബിലോണിലേക്ക് യെരൂശലേമിൽ ആളുകളെ കൊണ്ടുവരുമ്പോൾ യെരൂശലേമിലെ അടിമ പെൺകുട്ടികളുടെ കൂട്ടത്തിലാണ് കൊണ്ടുവന്നേ. അവരനുഭവിക്കേണ്ട ത്യാഗങ്ങൾ എത്രയാണെന്ന് നിങ്ങളെല്ലാവരും ഇരിക്കുന്ന ഒരു യോഗത്തിൽ പറയാൻ എനിക്ക് ആക്ഷേപമുണ്ട്. പക്ഷെ എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കാൻ പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം നേരെ മാറ്റി നിർത്തി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്ര, ആടുകളെ തീറ്റി നടന്ന ദാവീദിനെ രാജാക്കന്മാരുടെ നിരയിലേക്ക് മാറ്റി ഇരുത്തിയ ദൈവം, സ്തോത്ര, കാല വെറുക്കാൻ വന്നവളെ സ്തോത്ര അധികാരത്തിന്റെ നിരയിലേക്ക് മാറ്റി ഇരുത്തിയ ദൈവം ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഒരു യോഗത്തിൽ സാധാരണക്കാരനായി പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടി വന്നവരെ വിചാരിക്കാത്ത നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള, നീ പോലും സ്വപ്നം കാണാൻ കഴിയാത്തൊരു നിരയിലേക്ക് നിന്നെ മാറ്റി നിർത്താൻ കഴിവുള്ളവനാണ് കർത്താവെന്ന് ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം ചെയ്തിരിക്കും. ആ കാലത്ത് നടന്ന അതിനോടനുബന്ധപ്പെട്ടാണ് 2-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഹല്ലേലൂയ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ 1-ാം അധ്യായത്തിൽ നടന്ന ചില കാര്യങ്ങൾ, ചില ദൂതുകൾ അതിനൊരു മറുവശം നിറവേറാനുണ്ട്. ചിലരെ ദൈവത്തിന് നിരമാറ്റി നിർത്തി അനുഗ്രഹിക്കാനുണ്ട്. ഒരിക്കലും വിചാരിക്കാത്ത ചിലർക്ക് ഞറുക്ക് വീഴാനുണ്ട്. ചിലർക്ക് ദൈവമായ കർത്താവ് ചില അധികാരങ്ങൾ കൈമാറാനുണ്ട്. ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞ് പിരിഞ്ഞാൽ പോരാ. ചില ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കണം. ചില ദിവസങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ചിലരെ ദൈവത്തിന്റെ പ്ലാനിലേക്ക് കൊണ്ടുവരും. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ആത്മീകവും ഭൗതികവും ചേർത്ത് പറയാം. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന നിരയിൽ നിന്ന് സ്വർഗത്തിന് നിങ്ങളെ മറ്റൊരു നിരയിലേക്ക് മാറ്റി നിർത്താൻ കഴിയും. നിങ്ങളുടെ ജോലിയിലാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാകട്ടെ, നിങ്ങളുടെ സഹോദര ബന്ധത്തിന്റെ നടുവിലാകട്ടെ, ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് വഴക്ക് കേട്ട് ചീത്ത കേട്ട് ഒരടിമയെ പോലെ നിൽക്കുന്നെങ്കിൽ ആ നിലയിൽ നിന്ന് ലൂത്തിനെ നിരമാറ്റിയ ദൈവം ഇന്ന് രാത്രിക്കാലം സർവശക്തനായ ദൈവം മറ്റൊരു നിലയിലേക്ക് മാറ്റി നിർത്താൻ പരിശുദ്ധാത്മാവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ഒരുക്കിയ പ്രാർത്ഥനയായിരിക്കാം സഭയുടെ ഈ ആഴ്ചത്തെ പ്രാർത്ഥന. അതിൽ പങ്കെടുക്കുമ്പോൾ നീ പോലും വിചാരിക്കാതെ ഞറക്ക് നിനക്ക് വീഴും. ഈ ആഴ്ച അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒരു 2 മിനിറ്റ് കൂടെ പ്രാർത്ഥന കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാനൊക്കെ ശ്രമിക്കാവൂ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് വളരെ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ. എഴുന്നേറ്റതിന്റെ ഒരു ലാഘവത്തിൽ വെറുതെ ഒരു ആലസ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കരുത്. മറിച്ച് ദൈവസന്നിധിയിൽ രാത്രികാലം കർത്താവ് എന്തെങ്കിലും സംസാരിച്ചെങ്കിൽ ലാസ്റ്റ് തുടക്കം മുതൽ പല കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു കാണും.
എന്നാൽ അവസാനം കൊണ്ടുവന്ന് ദൈവം നിർത്തിയത് പ്രാർത്ഥന നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓടി വന്ന ഒരു ദിവസം ഒരു ദൈവദാസനെ കൊണ്ട് പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി തലേ കൈ വെച്ച് പ്രാർത്ഥിപ്പിച്ചു വിടുന്ന പ്രാർത്ഥനകളുണ്ട്, തെറ്റൊന്നുമല്ല. ചില ദിവസം ദൈവമായിട്ടൊരു അവസരം തരികയാണ്. ഒരുപക്ഷെ ഇതിനകത്ത് ഒരിക്കലും ലീവ് കിട്ടാത്തവർക്ക് ഈ ദിവസങ്ങളിൽ ലീവ് കിട്ടിയേക്കാം. ചിലപ്പോൾ ജോലി തന്നെ പോയി ചില ദിവസങ്ങൾ നിന്നെ വീട്ടിലിരുത്തിയേക്കാം, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടില്ലായിരുന്നല്ലോ. ഈ ദിവസങ്ങൾ മുതലാക്കാൻ, ഗലീലക്കാര് മുതലാക്കിയതുപോലെ മുതലാക്കാൻ നിങ്ങൾ എത്ര പേർ ദൈവസന്നിധിയിൽ കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും? ഞാൻ ഉറപ്പ് പറയാം, ദൈവത്തിന് നിങ്ങളോട് പ്രിയമുണ്ട്. ദൈവത്തിന് നിങ്ങളോട് പ്രീതി വാത്സല്യമുണ്ട്. ഇന്ന് നിൽക്കുന്ന നിരയിൽ നിന്ന് നിന്നെ മറ്റൊരു നിരയിലേക്ക്, ആത്മീകത്തിന് വില കൊടുത്ത് എല്ലാ യോഗത്തിലും വന്ന് പങ്കെടുത്ത് കർത്താവിനെ പ്രസാദിപ്പിച്ച് ആരും അറിയാതെ ഉപവസിച്ച് കണ്ണുനീരോടെ ഈ തിരക്കിനിടയിലും ചില ദിവസങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ മാറിയിരുന്ന് കരഞ്ഞ്, ഒരുപക്ഷെ ജീവിത പങ്കാളി പോലും അറിയാതെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പണം അയച്ചു കൊടുത്ത് കർത്തൃദാസന്മാരെ പിടിച്ചു നിർത്തി ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ച് തിരുനാമത്തിന് വേണ്ടി വളരെ സൈലന്റായി നിന്ന നിന്നെ മറ്റൊരു നിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എന്റെ കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഞറുക്ക് നിങ്ങൾ കണ്ണടച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. സ്തോത്രം. അതിന്റെ ഞറുക്ക് ഒരു കടലാസ് ചുരുളാണ്. ഞാൻ കണ്ടിരിക്കുന്ന ഞറുക്ക് എന്ന് പറയുന്നത് യഹൂദന്റെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഒരു ചെറിയ കടലാസ് കീറി, ഒരു ചെറിയ തുണ്ട് കീറി അത് ചുരുട്ടി അതിനകത്ത് പേരെഴുതി ഇടുന്നതാണല്ലോ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത്. നീ ആത്മാവിൽ വിശ്വസിക്കുക. ഈ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ഇതിന്റെ ഭിത്തിയിൽ സമുന്നതരായ പലരുടെയും, ഇതിന് സ്തോത്രം മൂലക്കല്ലിട്ടവരുടെയും ഇതിനെ ഔപചാരികമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തവരുടെയൊക്കെ പേര് കല്ലിക്കൊത്തി വെച്ചിട്ടുണ്ട്. അത്രയൊന്നും ആയില്ലെങ്കിൽ ഇത് ഇത്രയും വിശ്വസിക്കാമോ? ഒരു ചെറിയ തുണ്ട് കടലാസിൽ സ്വർഗം നിന്റെ പേരെഴുതി ആരും കാണാതെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. അതങ്ങ് കാണ. അഡ്മിഷന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടോ? അതങ്ങ് കാണ. വലിയ ശിലാഫലകത്തിനകത്തൊന്നും എഴുതിയില്ലെങ്കിലും ഇവിടെ ഒരു തുടക്കം. തമ്പുരാൻ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ഒരു ചെറിയ കടലാസിനകത്ത് ഞറുക്ക് കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും സ്കൂളിൽ പഠിച്ച കാലത്ത് കളിക്ക് വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതൊന്ന് മനസ്സിൽ കാണാം. വലിയ തിയോളജി ഒന്നും അതിനകത്തില്ല. അതിനകത്ത് നിന്റെ പേരുണ്ട്. ഇന്ന് രാത്രി ദൈവമാണ് ഇതിന്റെ പുറകിൽ റിമോട്ട് ചെയ്യുന്നത്. അടുത്ത ചാൻസ് നിന്റെയാണ്. അടുത്ത അവസരം നിന്റെയാണ്. പലവട്ടം നീ ശ്രമിച്ചിട്ട് നടക്കാത്തത്, ദാവീദ് പറഞ്ഞതുപോലെ നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന് പറഞ്ഞ് നീ പലവട്ടം ചാടിയിട്ടും മതിൽ ചാടിക്കടക്കാൻ പറ്റാതെ ഇടിച്ചിപ്പുറത്തേക്ക് വീണ് ഭയപ്പെട്ട് നിൽക്കുന്ന ചില കടമ്പകൾ എന്റെ കർത്താവ് നിന്നോടുള്ള പ്രീതി വാത്സല്യം കൊണ്ട് ഒരു തുണ്ട് കടലാസിൽ എഴുതിയിട്ടുണ്ട്. അധികാരികളുടെ മുമ്പിലേക്ക് അത് ഇട്ടുകൊടുത്താൽ നിന്റെ പേരല്ലാതെ വേറൊരു പേര് വരില്ല. സ്വർഗം നിശ്ചയിച്ചാൽ അത് തന്നെ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്. അത് സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഒരാഴ്ച എന്റെ കുഞ്ഞിന് ഞങ്ങൾക്ക് വീഴും. ഈ പ്രാർത്ഥനയിൽ ചിലത് സംഭവിക്കും. ആ കാലത്ത് അർഹതയില്ലാത്ത ചിലർക്ക് അർഹതയുണ്ടായി. പ്രാർത്ഥിക്കാൻ വന്നവര് ചിലരെ ദൈവം മുൻനിരയിൽ കൊണ്ടുവന്നു, ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചു, ചിലരെ ദൈവം മാനിച്ചു, അവരെ നിരമാറ്റി നിർത്തി. വന്ന എല്ലാവരുടെ പേരും ആത്മാവിറങ്ങി വന്നു. ഭയങ്കര വിപ്ലവകരമായൊരു മാറ്റം ഉണ്ടായി. ഈ ദൂതിനകത്തെ ഒരു അംശമെങ്കിലും എനിക്ക്, എന്റെ കുഞ്ഞിന്, എന്റെ കുടുംബത്തിന് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം വളരെ ശാന്തമായി നിങ്ങൾ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷ കൂടെ ഉപയോഗിച്ചാട്ടെ. ഒന്നുകിൽ കരങ്ങൾ നെഞ്ചത്ത് വെച്ചോ, അല്ലെങ്കിൽ കൈകൾ മലത്തി പിടിച്ചോ, അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നിങ്ങൾക്ക് ആ പുറകിലേക്ക് അപ്പുറത്തേക്ക് മാറി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ആത്മീയതയുടെ ആഴമുണ്ടെങ്കിൽ ഒന്ന് മുട്ടുകുത്തി എങ്ങനെയാകട്ടെ ആത്മാവിലൊന്ന് പ്രതികരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു നിർത്താം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല രാത്രി കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു തുടങ്ങിയതുപോലെ ചില വിഷയങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുക ദൈവം. ചില കാര്യങ്ങൾ കീഴ്പ്പെടാൻ പോവുകയാണ്. ചിലർക്ക് ഞറക്ക് വീഴാൻ പോവുകയാണ്.
ഈ പ്രാർത്ഥനയിൽ കാലം മാറി വരികയാണ്. ആ കാലത്ത് അത് ചിലത് സംഭവിക്കും. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ നിൽക്കുന്നവർ, മനസ്സോടെ പ്രാർത്ഥിക്കുന്നവർ, ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഈ ആഴ്ച ശുഭത നൽകണമേ. ചിലത് സംഭവിക്കണമേ. യൗവനക്കാരായ പലരോടും ദൈവം പറഞ്ഞിരിക്കുന്ന ദൂതിന്റെ ഒരു ഭാഗം നടന്നിട്ടുണ്ട്, മറുഭാഗം നടക്കാത്തതിന്റെ നൊമ്പരം അവർക്കുണ്ട്. ഇന്ന് രാത്രി അത് ദൈവം സാധിപ്പിച്ചു കൊടുക്കണം. കർത്താവിനെ അധികാരത്തിലേക്ക്, പദവിയിലേക്ക് കൊണ്ടുവരണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം.